കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും പുതിയ കോൺഗ്രസ് 2026 ഭരണം പിടിക്കാൻ കൈമേയ് മറന്നുള്ള പോരാട്ടം, എണ്ണയിട്ട യന്ത്രം കണക്കെയുള്ള സംഘടനാ പ്രവർത്തനം, തമ്മിലടിയോ ഗ്രൂപ്പിസമോ ഒന്നുമില്ല. എല്ലാവർക്കും ഒറ്റ ചിന്ത മാത്രം: ഭരണം ലഭിക്കണം. 10 വർഷത്തെ കൊള്ളക്കാരുടെ ഭരണത്തെ മണ്ണിൽ കുഴിച്ചു മൂടണം. ഇത് എവിടത്തെ കാര്യമാണെന്നല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകളാണ്, കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളാണ്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള 140 മണ്ഡലങ്ങളിലും ഒരേപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ്. 100+ സീറ്റുമായി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം നിരന്തരം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. കാരണം യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം തെരുവീതികളിൽ വലിയ പോരാട്ടം നടത്തുന്നു. മറുഭാഗത്ത് നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിന്റെ പോരാട്ടം നടക്കുകയാണ്. 10 വർഷം കേരളം ഭരിച്ചു മുടിച്ച, കേരളത്തിലെ ജനങ്ങളെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിച്ച, ക്ഷേമ പെൻഷനുകൾ ലഭിക്കാതായ, അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ, സ്വജനപക്ഷപാതം മുഖമുദ്രയാക്കിയ, പിൻവാതിൽ നിയമനം തങ്ങളുടെ ഐഡിയോളജിയാക്കി മാറ്റിയ ഒരു സർക്കാർ കേരളം ഭരിക്കുകയാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലിനു വേണ്ടി സർക്കാരിന് മുന്നിൽ യാചിക്കുന്നു. വിധവാ പെൻഷനും ക്ഷേമ പെൻഷനും ലഭിക്കാൻ ആളുകൾ സർക്കാരിന്റെ കരുണ കാത്ത് കഴിയുന്നു. ആശുപത്രികളിൽ കൃത്യമായി മരുന്നുകളില്ല, സർജിക്കൽ ഉപകരണങ്ങളില്ല. സർക്കാർ ആശുപത്രികൾ നോക്കുകുത്തികളായി മാറുന്നു. പേപ്പട്ടികളെ കൊണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ജനത, ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള മുഴുവൻ സാധനങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റം, പിൻവാതിൽ നിയമനം തകൃതിയായി നടക്കുന്നു, അക്രമം കൊടികുത്തി വാഴുന്നു, സൽഭരണം കേരളത്തിൽ അടക്കി ഭരിക്കുകയാണ്. ഇതിനെല്ലാം അറുതി വരണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡിന്റെ മൂർത്തിഭാവം കേരളത്തെ വരിഞ്ഞു മുറുക്കിയപ്പോൾ കോവിഡിന്റെ ആലസ്യത്തിൽ ആ PR വർക്കിലൂടെ പിണറായി വിജയന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിഞ്ഞു. ഇത്തവണയും ലക്ഷങ്ങൾ പൊടിച്ചുള്ള PR വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ജനം കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അതിൻ്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം കണക്കെ കേരളത്തിൽ തിരിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബ സംഗമങ്ങൾ താഴെത്തട്ടിൽ നടക്കുകയാണ്. പോഷക സംഘടനകളുടെ പ്രവർത്തനം കൃത്യമായി മോണിറ്റേഷൻ നടക്കുന്നു. എല്ലാ രൂപത്തിലും കോൺഗ്രസ് ഭരണം പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുകയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ. കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പിണറായി വിജയൻ സർക്കാരിന്റെ കൊള്ള സർക്കാരിനെ കേരളത്തിന്റെ പടിക്ക് പുറത്താക്കാൻ, കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയനോട് പറയാനുള്ള അവസരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരളത്തെ ജനങ്ങൾ. കാരണം ജനങ്ങൾക്ക് ഒരു നല്ല സർക്കാർ അധികാരത്തിൽ വരണം. തങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന, തങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്ന, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്ന, പെൻഷനുകൾ കൃത്യമായി ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണം. കേരളത്തിൽ പുതിയ വികസനം കൊണ്ടുവരണം. UDF സർക്കാർ കല്ലിടൽ നടത്തിയ, UDF സർക്കാർ പണി പകുതി പൂർത്തിയാക്കി വെച്ച കാര്യങ്ങൾ പണി യാഥാർത്ഥ്യമാക്കി അത് തങ്ങളുടെ പേരിൽ ഉദ്ഘാടന മാമാങ്കം നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ ചില പദ്ധതികൾ, ദേശീയപാത പോലെയുള്ള പദ്ധതികൾ തങ്ങളുടെ സ്വന്തം പേരിലാക്കി PR വർക്ക് നടത്തുകയല്ലാതെ കേരളത്തിന് പുതുതായി ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത ഒരു സർക്കാർ കേരളം ഭരിക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച, കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ അനുവദിച്ച, കേരളത്തിൽ മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കിയ, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ വിപ്ലവകരമായ കുതിച്ചുചാട്ടം ഉറപ്പാക്കിയ, സാധാരണക്കാർക്ക് വികസനം എത്തിച്ച, അവർക്ക് അന്നം നൽകിയ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ലോകത്തിന്റെ ആദരം ഏറ്റുവാങ്ങി, ലോകത്തിന്റെ ഏറ്റവും മികച്ച ഭരണാധികാരിക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങിയ ഉമ്മൻചാണ്ടിയെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ, വല്ലാത്ത സമരം ചെയ്ത് അധികാരത്തിൽ നിന്ന് താഴെയിറക്കാൻ വെമ്പൽ കൊണ്ട CPM ഇന്ന് അധപ്പതനത്തിന്റെ പടുകുഴിയിൽ എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ CPMനെ പാഠം പഠിപ്പിക്കാൻ, CPMനെ അധികാരത്തിൽ നിന്ന് പുറത്തു തള്ളാൻ കേരളം അവസരം കാത്തിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി കേരളം കാത്തിരിക്കുന്നു. ആ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിന്റെ പാന്താവിലേക്ക്
UDF-ഉം കോൺഗ്രസും നടന്നു കയറുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് കേരളത്തിലെ ജനങ്ങൾ.